ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരി പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് സ്ട്രെയിനറിലിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കാം. അപ്പോൾ നന്നായി ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗൾ നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കണം. അതിനായിട്ട് ഒരു പാനിൽ 4 അച്ച് ശർക്കരയും 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്കായി മാറ്റി വെക്കാം. ഇനി നമ്മുടെ പൗഡറിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടേബിൾ സ്പൂൺ മൈദ, ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ എള്ള് ഓപ്ഷണലാണ്. ഇനി ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ അരിപ്പൊടി പൊടിക്കുമ്പോൾ അതിലേക്ക് 3 ഏലക്ക ഇട്ടാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ചെയ്താൽ ശരിയാവത്തില്ല. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഫുൾ ശർക്കര പാനി ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇത് തിക്ക് ബാറ്ററും അല്ല, എന്നാൽ ലൂസായിട്ടുള്ള ബാറ്ററും അല്ല. അത് രണ്ടിനും ഇടയിലുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിനുള്ളത്. നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇത്. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കട്ടിയായിട്ട് തോന്നും, എന്നാൽ ഒന്ന് ഇളക്കി കൊടുത്താൽ അതിന് കട്ടിയൊക്കെ മാറി നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് മാറും. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ തവി ബാറ്റർ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഓരോന്നായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയ ശേഷം വേണം ഇതിലേക്ക് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാൻ, അല്ലെങ്കിൽ ശരിയായിട്ട് വരില്ല. ഇങ്ങനെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ബ്രൗൺ ആയാൽ മാത്രം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ബാറ്ററും ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് എല്ലാവരും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആയ വീഡിയോ ആണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഇതും തയ്യാറാക്കിയിരിക്കുന്നു. വൈകുന്നേരത്ത് ചൂട് കട്ടിനൊപ്പം നെയ്യപ്പം കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.